ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷമായിരുന്നു പാണ്ഡ്യ മുംബൈ ടീമിൻ്റെ ക്യാപ്റ്റനായത്. ഇതോടുകൂടി രോഹിത് ശർമ്മയ്ക്ക് മുംബൈ ടീമിനോട് ഇഷ്ടമില്ലാതായി. മുംബൈ ടീം വിട്ട് പോവുകയാണെന്ന റിപ്പോർട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയെ റിലീസ് ചെയ്യുകയാണ്. ഇപ്രാവശ്യം മെഗാ ഓപ്ഷനാണ്. റീറ്റെയിൽ ലിസ്റ്റ് ഉടനെ തന്നെ ടീമുകൾ BCCIക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോഴിതാ മുംബൈ ഇന്ത്യൻസിന്റെ സാധ്യത റീറ്റെയിൽ ലിസ്റ്റ് വന്നിരിക്കുകയാണ്. ഈ ലിസ്റ്റിൽ രോഹിത് ശർമ്മയുടെ പേരില്ല. രോഹിത് ശർമ്മയെ റിലീസ് ചെയ്യുകയാണ്. അങ്ങനെ രോഹിത് മുംബൈ ടീമിൽ നിന്ന് പടിയിറങ്ങി. അടുത്തൊരു അപ്ഡേറ്റ് CSK ടീമിനെ സംബന്ധിക്കുന്നതാണ്. ഋതുരാജ ആയിരുന്നു കഴിഞ്ഞ വർഷം CSK ടീമിന്റെ ക്യാപ്റ്റൻ. എങ്കിലും പവർഫുൾ ആയൊരു ക്യാപ്റ്റനെയാണ് CSK ടീം നോക്കുന്നത്. അടുത്ത പ്രാവശ്യം മെഗാ ഓപ്ഷൻ ആയതുകൊണ്ട് വലിയ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാനാണ് അവരുടെ പദ്ധതി. അടുത്ത പ്രാവശ്യം ധോണി കളിക്കുമെന്നത് സംശയമാണ്. ധോണിക്ക് പകരക്കാരനായി പാണ്ഡ്യ ടീമിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ CSK ശ്രമിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പാണ്ഡ്യയ്ക്ക് ഒരുപാട് കൂവലുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. മുംബൈ ടീം അവസാനമാണ് ഫിനിഷ് ചെയ്തത്. അതുകൊണ്ട് പാണ്ഡ്യയ്ക്ക് ഇപ്പോൾ മുംബൈ ടീമിൽ വലിയ ഇഷ്ടമില്ല. മുംബൈ ടീമിൽ നിന്ന് പോകാനാണ് പാണ്ഡ്യ നോക്കുന്നത്. CSK ടീം വലിയ ഓഫറാണ് പാണ്ഡ്യയ്ക്ക് മുൻപിൽ നീട്ടിയിരിക്കുന്നത്. മുംബൈ ടീമിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം പാണ്ഡ്യയ്ക്ക് CSK ആണ്. കാരണം ധോണിക്കൊപ്പമാണ് CSK ടീമിൽ പാണ്ഡ്യ കളിക്കുന്നത്. പാണ്ഡ്യയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളിക്കാരൻ ധോണി തന്നെയാണ്. പാണ്ഡ്യ ക്യാപ്റ്റൻസി കണ്ടുപഠിച്ചത് ധോണിയിൽ നിന്നാണെന്നാണ് പാണ്ഡ്യ പറഞ്ഞത്. പാണ്ഡ്യയെ CSK വാങ്ങിയാൽ CSK ടീമിനെ പിന്നെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. അവസാനത്തെ ഒരു അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. RCB ടീമിന് ഒരു പുതിയ ക്യാപ്റ്റനെ ആവശ്യമാണ്. ഡുപ്ലസി അടുത്ത പ്രാവശ്യം ഉണ്ടായിരിക്കില്ല. അതുമാത്രമല്ല അവരുടെ വിക്കറ്റ് കീപ്പർ ദിനേശ് കാർത്തിക് വിരമിച്ചു. അതുകൊണ്ട് മെഗാ ഓപ്ഷനിൽ പുതിയൊരു താരത്തെ ടീമിലേക്ക് എത്തിക്കാനാണ് അവരുടെ പദ്ധതി. രാഹുലിനെ RCB നോക്കുന്നുണ്ടെങ്കിലും IPL വേഗത്തിൽ കളിക്കുന്ന കളിക്കാരനെയാണ് RCB ടീമിന് ആവശ്യം. രാഹുൽ ഇപ്പോൾ T20 പ്ലെയർ അല്ല. അദ്ദേഹത്തിന് വലിയ രീതിയിൽ കളിക്കാൻ സാധിക്കുന്നില്ല. ഇന്ത്യയുടെ T20 വേൾഡ് കപ്പ് സ്ക്വാഡിൽ പോലും രാഹുൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ RCB നോട്ടമിട്ടിരിക്കുന്നത് സഞ്ജുവിനെയാണ്. സഞ്ജുവിനെ കീപ്പറാക്കാനും അതുപോലെ തന്നെ RCBയുടെ അടുത്ത ക്യാപ്റ്റനാക്കാനുമാണ് അവരുടെ പദ്ധതി. ഇതിനോടകം തന്നെ RCB മാനേജ്മെന്റ് സഞ്ജുവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സഞ്ജു RCB ടീമിലേക്ക് പോകുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. RCBയിലേക്ക് എത്തിയാൽ സഞ്ജുവും കോഹ്ലിയും ഒന്നിക്കും. അപ്പോൾ അടുത്ത IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.